നമസ്കാരം. മലയാളികൾക്ക് സുപരിചിതയായ നടിയാണ് ഹണി റോസ്. ബോയ് ഫ്രണ്ട് എന്ന ചിത്രത്തിലൂടെ അരങ്ങേറിയ ഹണി റോസ് ഇന്ന് മലയാളത്തിൽ മാത്രമല്ല തെലുങ്കിലും ഹിറ്റുകൾ സമ്മാനിച്ച ഒരു നടിയാണ്. എന്നാൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും താരമാണ് ഹണി റോസ്. താരത്തിന്റെ ഫോട്ടോഷൂട്ടുകളും റീൽസുകളും ഒക്കെയായി സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറാറുണ്ട്. അതുപോലെ തന്നെ ഉദ്ഘാടന വേദികളിലെയും നിറ സാന്നിധ്യമാണ് ഇന്ന് ഹണി റോസ്. ഈ അടുത്ത് അയർലൻഡിലെ ഒരു പരിപാടിയിൽ ഹണി റോസ് പങ്കെടുത്ത സംഭവം സോഷ്യൽ മീഡിയയിൽ ആകെ വൈറലായി മാറിയിരുന്നു. ഹണിക്കൊപ്പമുള്ള അയർലൻഡിലെ മന്ത്രിയുടെ സെൽഫി ആയിരുന്നു അതിൽ മെയിൻ സാധനം. എന്നാൽ അയർലൻഡിൽ വെച്ച് മറ്റൊരു സംഭവം കൂടി ഉണ്ടായിട്ടുണ്ടെന്നാണ് ഹണി റോസ് പറയുന്നത്. ഫ്ലവേഴ്സ് ചാനലിലെ 1 കോടിയിൽ അതിഥിയായി എത്തിയതായിരുന്നു ഹണി റോസ്. അയർലൻഡിലെ 500 വർഷം പഴക്കമുള്ള ഒരു കൊട്ടാരമുണ്ട്. കുഞ്ഞു പടികളിലൂടെ വേണം മുകളിലേക്ക് കയറി ചെല്ലാൻ. ഭയങ്കര ക്യൂ ആണ്. അങ്ങനെ കയറി ചെല്ലുമ്പോൾ മുകളിൽ ഒരു പാറക്കല്ലുണ്ട്. കുനിഞ്ഞു കിടന്നിട്ടൊക്കെ വേണം കാണാൻ. അതിന്റെ വീഡിയോ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തിരുന്നു. അതിൽ ഉമ്മ വച്ചാൽ നമ്മൾ തുരുതുര സംസാരിക്കും. സംസാരത്തിലെ പ്രശ്നങ്ങളൊക്കെ മാറുമെന്നാണ് പറയപ്പെടുന്നത്. സംസാരം നന്നാക്കാനുള്ള എന്തോ ഒരു മാജിക്കൽ പവർ ആ കല്ലിനുണ്ടെന്നാണ് പറയപ്പെടുന്നത്. കൊട്ടാരത്തിന്റെ ഏറ്റവും മുകളിലാണ് കല്ല് വെച്ചിരിക്കുന്നത്. കിസ് ചെയ്യാൻ ഭയങ്കര പാടാണ്. വളഞ്ഞു കിടന്നിട്ടൊക്കെയാണ് ചെയ്യേണ്ടത്. ഞാൻ പോയി ചെയ്തു. ശബ്ദം നന്നാക്കാൻ വേണ്ടിയൊന്നുമല്ല, ഒരു രസം. അതിന്റെ പിറ്റേന്ന് തന്നെ തൊണ്ടയിൽ ഇൻഫെക്ഷൻ വന്ന് എൻ്റെ ശബ്ദം പോയി. 1 മാസത്തേക്ക് ശബ്ദമില്ലായിരുന്നു. മര്യാദയ്ക്ക് സംസാരിക്കാൻ പറ്റിയിരുന്നില്ല. ശരിക്കും ഞാനൊന്ന് പേടിച്ചു. തിരിച്ചു കിട്ടില്ലെന്നാണ് കരുതിയത്. പക്ഷെ പതുക്കെ ശബ്ദം തിരിച്ചു കിട്ടി എന്നാണ് ഹണി റോസ് പറയുന്നത്. ഉദ്ഘാടന വേദികളിലെ സ്ഥിരം സാന്നിധ്യമാണ് ഹണി റോസ്. സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നതും അധികവും ഉദ്ഘാടന വേദികളിലെ ഹണിയാണ്. അതേസമയം ഹണിയുടെ വസ്ത്രധാരണവും ശരീരാകൃതിയും ഒക്കെ വിമർശനങ്ങളായി മാറാറുണ്ട്. ശരീര സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ചികിത്സകൾ എന്തെങ്കിലും എടുത്തിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് അത്യാവശ്യം മിനുക്ക് പണികളൊക്കെ ചെയ്യുന്ന ആളാണ് ഞാൻ. അത് വെളുക്കാനല്ല, സ്കിന്ന് ബ്രൈറ്റായി ഇരിക്കാൻ വേണ്ടിയാണ്. കാശ് ചിലവാക്കി അവസാനം വെളുക്കുന്ന അവസ്ഥയാവും. ചില്ലറ പൈസയൊന്നുമല്ല ഇത്തരം ചികിത്സക്ക് ആവശ്യമായി വരുന്നത് എന്നായിരുന്നു ഹണിയുടെ മറുപടി. ഡെർമറ്റോളജിസ്റ്റിനെ കാണിച്ചതിന് ശേഷം ഡോക്ടർ പറയുന്നതനുസരിച്ച് താൻ ചികിത്സകൾ എടുക്കാറുള്ളൂ എന്നും നമ്മൾ ആരോഗ്യത്തോടും കോൺഫിഡൻസോടും കൂടി ഇരിക്കുക എന്നേ എനിക്കുള്ളൂ എന്നും ഈ ഒരു ഫീൽഡിലായതുകൊണ്ട് തീർച്ചയായിട്ടും മിനുക്കുപണികൾ ചെയ്യേണ്ടി വരുന്നതിനാൽ നമ്മൾ തന്നെ നമ്മളെ നന്നായി പ്രസന്റ് ചെയ്യണമെന്നുമാണ് ഹണി പറയുന്നത്. ട്രോളന്മാരൊക്കെ വിമർശനമായി വരുന്നതൊന്നും എന്നെ ബാധിക്കുന്ന വിഷയമേ അല്ല. നല്ല കമന്റുകൾ മാത്രമേ ഞാൻ കാണാറുള്ളൂ. ചീത്ത കമന്റുകളൊക്കെ ശ്രദ്ധിക്കാതെ വിടുകയാണ് ചെയ്യാറുള്ളതെന്നും ഹണി കൂട്ടിച്ചേർത്തു. ഫോണ് കാര്യമായി ഉപയോഗിക്കാത്ത ആളാണ് താനെന്നും ആ കാര്യത്തിൽ താൻ വലിയൊരു പരാജയമാണെന്നും താരം പറയുന്നുണ്ട്. അമ്മയും അച്ഛനും കഴിഞ്ഞാൽ ഒരു ദിവസം 5-ൽ കൂടുതൽ പേരോടൊന്നും ഫോണിൽ സംസാരിക്കാൻ തനിക്ക് സാധിക്കാറില്ല. അങ്ങനൊരു കണക്ഷൻ തനിക്കില്ലെന്നുമാണ് ഹണി റോസ് പറയുന്നത്.